പിണറായിക്കെതിരായ സമരമാണ്. ഈ നവകേരള സദസ്സ് എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇയാൾ ആരാണ്? മഹാരാജാവാണോ? മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള KPCCയുടെ പ്രതിഷേധ മാർച്ചിലെ മറ്റൊരു വശത്ത് ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിക്കുകയാണ്. പോലീസിനെതിരെ കല്ലേറും കൊടിയേറുമുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായിരിക്കുകയാണ്. നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ അകറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. തെരുവുയുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ പോലീസിനെതിരെ കൊടിയും മറ്റും വലിച്ചെറിയുകയാണ്. തുടർന്നാണ് ഇപ്പോൾ പോലീസ് മാർച്ച് അലങ്കോലമായിരിക്കുന്നു, പ്രതിഷേധ മാർച്ച് അലങ്കോലമായിരിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ ഈ സംഭവങ്ങൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് കുതിച്ചെത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ആദ്യം കെ സുധാകരൻ പ്രസംഗിക്കുകയായിരുന്നു. കെ സുധാകരൻ പ്രസംഗിച്ച് വി ഡി സതീശൻ്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ചിന് നേരെ ജലപീരങ്കി ഉണ്ടായിട്ടുള്ളത്. കൊടിയും മറ്റും ബാരിക്കേഡിനപ്പുറത്തുള്ള പോലീസുകാർക്ക് നേരെ വലിച്ചെറിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെയാണിപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് നേരിട്ടിട്ടുള്ളത്. ഏതായാലും വി ഡി സതീശൻ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അക്രമ സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ സംഘർഷം നടക്കുന്ന ഇടത്തേക്ക് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ പോകുമെന്നാണ് കരുതേണ്ടത്. വലിയ തോതിലുള്ള കല്ലേറ് നടക്കുന്നുണ്ട്. കല്ലേറ് നടക്കുന്ന ഇടങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ കല്ലേറാണ് നടക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത പോലുമുണ്ട്. നേരത്തെ KPC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് യാതൊരു വിധത്തിലുള്ള അക്രമ സംഭവം ഉണ്ടാകില്ല, സംഘർഷമോ ഉണ്ടാകില്ല എന്നാണ്. പ്രമുഖ നേതാക്കൾ സംസാരിക്കുന്നു എന്നതാണ്. സ്റ്റേജിന്റെ തൊട്ടടുത്ത് വെച്ച് തന്നെയാണിത് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റേജ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാവുന്നതാണ്. ദേശത്തിൻ്റെ ഒരു വശം നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാവുന്നതാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തിയതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്തായിരുന്നു സ്റ്റേജ്. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുന്നുണ്ടായിരുന്നു. മാർച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഘർഷത്തിലായത് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ജലപീരങ്കിക്ക് പുറമെ ഗ്രനേഡുകളും ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. കണ്ണീർ വാതക പ്രയോഗവും ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നേതാക്കൾക്ക് അവിടെ തുടരാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വരും. സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ജലപീരങ്കി എത്തിയിരിക്കുന്നു. ജലപീരങ്കി വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും ദൂരേക്ക് എത്തുന്ന വിധത്തിലുള്ള ജലപീരങ്കിയാണ് ഇത്തവണ പോലീസ് തിരുവനന്തപുരത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം കാണേണ്ടതാണ്. പ്രവീണ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഘർഷത്തിലേക്കായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് അതിനിടയിൽ? പോലീസ് ആദ്യം ജലപീരങ്കി ഉപയോഗിച്ചു, പിന്നീട് കണ്ണീർ വാതക പ്രയോഗവും നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. സുനീഷ നമ്മോടൊപ്പം, സുനീഷ ഏലൂർ ചേരുന്നു. സുനീഷ, പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആദ്യം ജലപീരങ്കിയും പിന്നീട് കണ്ണീർ വാതകവും പ്രയോഗിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? KP